ആരാധിക്കേ. നീ കല്ല് ചുമക്കുമ്പോഴും പുല്ല് പറിക്കുമ്പോഴും ആരാധിക്കേ. ആ കൊച്ചു പള്ളിമുറ്റത്ത് ജനത്തോടൊപ്പം നിരന്തരം ആരാധിച്ചു, നിരന്തരം ആരാധിച്ചു. അതിന്റെ മുദ്ര എവിടെ കിടപ്പുണ്ട്. ആത്മാവിൽ ആരാധിക്കാൻ ആരൊരുങ്ങുന്നോ അക്കൂട്ടത്തിൽ മറിയമുണ്ട്. ഒരുമിച്ച് പറഞ്ഞാട്ടെ ഹല്ലേലൂയ. നിങ്ങൾക്കത് മനസ്സിലാക്കാൻ ഞാൻ പെട്ടെന്നൊരു ഉദാഹരണം പറയാം. ഞാൻ ഒത്തിരി സ്ഥലത്ത് പറഞ്ഞിരിക്കുന്ന കേട്ടോ. നിങ്ങൾക്ക് ഒരാൾക്ക് ഇത് മനസ്സിൽ പതിഞ്ഞാൽ നല്ല ആനന്ദം വരും. ഞാൻ കുണ്ടറ പ്രദേശത്തെ ധ്യാനത്തിന് ഒരാൾ വാതുക്കെ വന്ന് നിൽക്കുക. ഞാൻ പറയും കക്ഷത്തിൽ എന്തോ വെച്ചിട്ടുമുണ്ട്. ഞാൻ പറഞ്ഞ് കയറിപ്പോരും. അപ്പം കയ്യിൽ എന്തുമായിട്ട് ഷാജി ചെയ്ത് അച്ഛനുള്ളതെന്ന് പറഞ്ഞു. ഞാൻ ചോദിച്ചാൽ എന്നതാ? ഒരു ഷർട്ടാണ്. ഞാൻ തുറന്നു നോക്കിയപ്പോ എന്റെ പൊന്നെ 10ാം ക്ലാസ് തൊട്ട് എനിക്ക് കൊതിയുള്ളൊരു കളറുണ്ട്. ഇപ്പൊ അതൊന്നും ഇഷ്ടമില്ല. പണ്ട് കാലത്ത് 10ാം ക്ലാസ്സിൽ ഒരു ചാണകപ്പച്ച കളർ ഷർട്ടും പിന്നെ ഒരു കനകാംബരത്തിന്റെ നിറമുള്ള ഷർട്ടും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പൊ ഞാൻ എവിടെയോ പ്രസംഗിച്ചപ്പോൾ ഡിവേരി പറഞ്ഞു എനിക്ക് കനകാംബരത്തിന്റെ ഷർട്ട് ഇഷ്ടമാണ്. ഈ മനുഷ്യൻ കനകാംബരത്തിന്റെ കളറുള്ള ഒരു ഷർട്ടുമായിട്ട് വന്നിരിക്കുക. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടം തോന്നി. പണ്ടെങ്ങാണ്ട് ഡിവേരി പറഞ്ഞതാ. ഈ മനുഷ്യൻ കൊട്ടാരക്കരയിൽ നിന്ന് വാങ്ങിയിട്ട് കൊണ്ടുവന്നിരിക്കുക. ഞാൻ സ്പീഡിൽ പറയുന്ന നിങ്ങൾ ക്ഷമിക്കണേ. ഞാൻ ഈ ഷർട്ട് ഇട്ട് ഒരു ഫോട്ടോ എടുത്തപ്പോഴാണ് ഞാൻ നോക്കിയത് ഈ മനുഷ്യന്റെ ഷർട്ടല്ല പിഞ്ചി പറഞ്ഞിരിക്കുന്നത്. ഞാൻ ചോദിച്ചു പേരെന്നാ ചേട്ടന്റെ? സ്റ്റാൻലി. വീട് വാടകയച്ചോ, ഭാര്യ രോഗിയച്ചോ, മക്കള് 3 പേര് പഠിക്കുന്നു. ചേട്ടന്റെ ജോലി? ഞാൻ മീൻപിടുത്തം വച്ചോ. ഞാൻ പറഞ്ഞു ചേട്ടന്റെ ഷർട്ട് പിഞ്ചിയിരിക്കുന്നല്ലോ. ഷാജി അച്ഛാ അത് ഒന്നും അച്ഛൻ നോക്കണ്ട ചോച്ചാ. ഞാൻ മീൻപിടുത്തൊക്കെ എനിക്കൊന്നും വേണ്ട. അച്ഛൻ പള്ളി പോകാൻ ഷർട്ടുണ്ടോ? അച്ഛാ അതൊക്കെ എനിക്കുണ്ട്. അച്ഛാ പുതിയതാണോ? എന്തച്ചോ എനിക്ക് എന്തിനാച്ചാ പുതിയ? ഞാൻ ഞായറാഴ്ച മാത്രമേ പള്ളിയിൽ പോകത്തുള്ളൂ. എപ്പോഴും സഹോദരങ്ങൾ നിങ്ങൾ ശ്രദ്ധിച്ചു കേട്ടെ. ഞാൻ മനുഷ്യത്വമുള്ള ഒരാളാണെങ്കിൽ ഞാൻ എന്തെടുക്കും? ഞാൻ ഈ ഷർട്ടും പൊക്കി പിടിച്ചോണ്ട് ചങ്ങനാശ്ശേരിക്ക് പോവോ? പിഞ്ചി പറഞ്ഞ ഈ മനുഷ്യന്റെ ഷർട്ട് കണ്ടിട്ട് ഞാൻ എന്തിനാ ഈ ലോ ഇടുന്നത്? ഞാൻ എന്തിനാ ഈ ഷർട്ടും പൊക്കി പിടിച്ചോണ്ട് പോകുന്നത്? എനിക്കെന്തിനാ ഷർട്ട്? ഞാൻ ഈ ഷർട്ട് ഇട്ട് ഫോട്ടോ എടുക്കും. ഈ മനുഷ്യനെ കെട്ടിപ്പിടിച്ചൊരു ഫോട്ടോ എടുക്കും. ഒരിക്കലും മറക്കത്തില്ല. ആ നമ്പര് മേടിക്കും. അത് കഴിഞ്ഞ് ആഹാരം കൂടിയിരുത്തി കഴിപ്പിച്ചിട്ട് ഞാൻ ഈ ഷർട്ട് പൊതിഞ്ഞിട്ട് വേറൊരു കൂടിലിട്ട് ഈ ചേട്ടൻ്റെ കൊടുക്കും. അപ്പം സ്റ്റാൻലി ചോദിക്കും ഇതെന്നാച്ചാ? ഞാൻ തുറന്ന് നോക്ക്. എന്നാച്ചാ? തുറന്ന് നോക്ക് സ്റ്റാൻലി. തുറന്നിട്ട് പുള്ളിക്കാരൻ ഷാജി അച്ഛാ ഞാൻ തന്ന ഷർട്ടാണല്ലോ. അച്ഛാ ഇഷ്ടപ്പെട്ടില്ലേ അച്ഛാ? ഞാൻ പറയും സ്റ്റാൻലി എനിക്ക് ഭയങ്കരമായി ഇഷ്ടപ്പെട്ടു. അച്ഛാ എന്നെ വിഷമിപ്പിക്കല്ല അച്ഛാ. അച്ഛാ എനിക്ക് ഇല്ലെന്ന് ഓർത്ത് അച്ഛാ. ഞാൻ അച്ഛൻ ഇടാൻ വേണ്ടി അച്ഛൻ ഇന്നത്തെ ജോലി എല്ലാം കളഞ്ഞ് മീൻവെള്ളം ഉച്ചയ്ക്ക് അടുപ്പിച്ച് ഞാൻ കൊട്ടാരക്ക്. അച്ഛാ പ്ലീസ് അച്ഛാ. ഞാൻ പറയും സ്റ്റാൻലി നിങ്ങൾക്ക് എന്നുള്ള സ്നേഹം എത്ര റിജുവാ, എത്ര ഏണസ്റ്റാ. നിങ്ങൾ എന്നെ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ, എന്റെ സ്നേഹത്തിന് വിലയുണ്ടെങ്കിൽ നിങ്ങൾ ഈ ഷർട്ടും കൊണ്ട് പോകും. ഒരുമിച്ചൊരു ഹല്ലേലൂയ പറഞ്ഞേ, ഉറക്കെ പറഞ്ഞേ ഹല്ലേലൂയ. ഇനി എന്റെ ചോദ്യം, ഈ മനുഷ്യൻ കൊട്ടാരക്കരയിൽ പോയി ഷർട്ട് വാങ്ങിയപ്പോൾ എന്റെ സിസ്റ്റേഴ്സേ ഈ മനുഷ്യന്റെ ഉള്ളിന്റെ ഉള്ളിൽ എന്തെങ്കിലും കപടതയുണ്ടോ? ഇയാള് അത് വാങ്ങുമ്പോൾ എന്തെങ്കിലും കള്ളത്തരമുണ്ടോ? ഒരു ഷർട്ട് വാങ്ങിക്കൊണ്ടങ്ങ് പോയേക്കാം. ഷാജിയച്ചനെ കാണുമ്പോൾ ഷാജിയച്ചനെ കുറച്ച് ഒലിപ്പിച്ച് വർത്താനം പറഞ്ഞിട്ട് ഷാജിയച്ചനെ കൊടുത്തേക്കാം. അങ്ങേരിട്ട് മനുഷ്യത്വമുള്ളതാണെങ്കിൽ അങ്ങേരെ എന്റെ പിഞ്ചിയ ഷർട്ട് കാണും. കണ്ണിച്ചോരയുള്ള മനുഷ്യനാണ് ഇത് പൊക്കി പിടിച്ചോണ്ട് ചങ്ങനാശ്ശേരിക്ക് പോകത്തില്ല എന്നൊക്കെ കരുതി പറ്റുമെങ്കിൽ എനിക്ക് ഈ ഷർട്ട് എനിക്ക് തന്നെ തിരിച്ചു കിട്ടും, കൊടുത്തെന്നുമായി എന്നൊക്കെ ചിന്തിച്ചിട്ടാണോ ഈ മനുഷ്യൻ ഷർട്ട് വാങ്ങിയത്? പറ, ഉറക്കെ പറ. ആണോ? എന്താ അപ്പന്മാര് പറയത്താണോ? നിങ്ങൾക്ക് എന്ത് തോന്നുന്നു? ഒരിക്കലുമല്ല. ഈ മനുഷ്യന്റെ ഒറ്റ ആഗ്രഹം ഈ ഷർട്ട് ആരിടണമെന്നാ? ഞാനിടണമെന്നാ. എന്നാൽ ഞാനത് തിരിച്ചു കൊടുക്കുകയാണ്. ഇതാണ് സ്തുതിയുടെയും മഹത്വത്തിന്റെയും ഉടയാട. മറിയത്തോടൊപ്പം സ്വർഗത്തിന് സമർപ്പിക്കുമ്പം തമ്പുരാൻ ആ സ്തുതിയുടെ ഉടയാട ആവശ്യമില്ല, ആ മഹത്വത്തിന്റെ ഉടയാട ആവശ്യമില്ല. അവിടുന്ന് നമ്മിലേക്ക് അത് കൂട്ടിച്ചേർക്കും. ഒരുമിച്ച് പറയാമോ ഹല്ലേലൂയ? സ്വരമുയർത്തി പറയാമോ ഹല്ലേലൂയ? 2 കരങ്ങൾ ഉയർത്തി പറയാമോ ഹല്ലേലൂയ? അങ്ങനെ ആരാധിക്കാൻ പഠിക്കണം. അങ്ങനെ ആരാധിക്കാൻ.